അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളെ ഷായിൽ ഇവിടെ എന്തോ പരിപാടി ഒപ്പിക്കുന്ന നമ്മൾ നോക്കിയപ്പോഴോ ഇവൻ എന്തോ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്ന പരിപാടി. ഓനോട് ഞാൻ ചോദിക്കും എനക്ക് പെട്ടെന്ന് എന്ത് പറ്റി ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ, ഇങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലേനല്ലോ. ഇവൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ അത് ഇവിടുത്തെ ഒരു ആപ്പിൽ 50% ഓഫർ ഉണ്ട്, അത് വെറുതെ ഒഴിവാക്കണ്ടല്ലോ. പിന്നെ ഇവൻ ഓർഡർ ചെയ്യുന്നതാണെങ്കിലോ അന്ന് നമ്മളൊരു സ്ഥലം വരെ പോയി നമ്മളെ ബി ലെവലിൽ ഇവിടുത്തെ കുറച്ച് സാധനങ്ങൾ അപ്പൊ ഓർഡർ ചെയ്തു. പിന്നെ നമ്മളെ പേയ്മെന്റിന്റെ ഓപ്ഷനിൽ കുറച്ചു നേരം നമ്മൾ നോക്കി നിന്ന് നടപടിയാവോ ഇല്ലയോന്ന് അറിയാൻ വേണ്ടി. പിന്നെ പെട്ടെന്നാണ് ഈ മെസ്സേജ് വന്നത്, പേയ്മെന്റ് സക്സസ്ഫുള്ളി. അങ്ങനെ നമ്മളെ സംഭവം നടപടിയായി. പിന്നെ നമ്മൾ ഓർഡർ ചെയ്താണെങ്കിലോ 60 ദ്രംസിന്റെ സാധനം ആണെങ്കിൽ നമുക്ക് കിട്ടിയതോ വെറും 30 ദ്രംസ്. നമുക്ക് അത് വരുന്നതിന്റെ മുന്നേ നമ്മളെ കുളിക്കണ പരിപാടി ആയിട്ട് തീർത്താളാന്ന്. പിന്നെ കുളിയും കഴിച്ച് വന്നപ്പോഴുണ്ട് നമ്മളെ ഓർഡർ എത്തിക്കണെന്ന് പറയുന്നത് നമ്മളെ ഇഷാം. ഓന്റെ ഫോണിലാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ നമ്മളാട്ട് ഇറങ്ങി നമ്മളെ ഡെലിവറി ബോയിനെ നോക്കി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴോ അവനെ കാണാനും കുറച്ച് മുന്നിൽ ഒരു വണ്ടി നിർത്തിയിട്ട് കാണുന്നത്. ഇവിടേക്ക് പോയപ്പോഴോ അവിടെ ഇല്ല. പിന്നെ നമ്മള് രണ്ടാളും കുറച്ചേരം ചുറ്റി കളിച്ചു. ഓൻ അടുത്ത വിളിച്ചപ്പോഴുണ്ട് നമ്മളെ റൂമിന്റെ മുന്നിലുണ്ട്, ഇങ്ങോട്ട് വാ. നമ്മളൊരുമാതിരി നമ്മൾ ഓനോട് സാധനവും അത് പൊളിക്കാനുള്ള പരിപാടിയിലേക്ക് കണ്ടു. മുന്നേ ഒരാളും കൂടി വരാ. ഈ വരുന്ന മുതൽ ഓൻ കുളിച്ച് വരുന്നതിന്റെ ഒരു ഷോപ്പാണ് കാണുന്നത്. ഈ ഇട്ട് വരുന്നതാണെങ്കിലോ ഓന്റെതും എന്താ പറയാ. പിന്നെ ഓനും കൂടി വന്നപ്പോഴത്തേക്ക് നമ്മളെ പൊട്ടിക്കൽ പരിപാടി ഓൻ ഏറ്റെടുത്ത് ഓരോ നാട്ട് നിരത്തി വെക്കുന്നുണ്ട്. പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ സാധനം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇതിന്റെ ഒക്കെ പേര് എനിക്കറിയാം. ഇതോട്ട് നമ്മള് കഴിക്കുന്ന പരിപാടിയിലേക്ക് കടന്നു. പിന്നെ 4 ഭാഗത്തുനിന്ന് സ്പൂണും വന്ന് നമ്മളെ അറ്റാക്കിങ് സ്റ്റാർട്ടായി. എല്ലാരും നിർത്താണ്ട് അറഞ്ചും പൊറഞ്ചാട്ടാടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മളെ പാത്രത്തിന്റെ അവസ്ഥ അതിങ്ങനെയായിരുന്നു. നമ്മളെ ഷായിലിനാണെങ്കിലോ തിന്നിട്ടും പൂതി തീരുന്നില്ല. എന്റെ അവസ്ഥ ആണെങ്കിലോ ഈ മധുരം തിന്നിട്ട് ഒന്നായിട്ട് മസ്തായ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അത് എനിക്ക് മാത്രല്ല എല്ലാവർക്കും ഉണ്ട്. പിന്നെ നമ്മളെല്ലാരും ഒന്ന് പുറത്തേക്ക് പോവാന്ന് വെറുതെ ഒന്ന് നടക്കാൻ. ഷായിലിനൊക്കെ ആണെങ്കിലോ നടക്കാനും വള്ളൊക്കെ ഉയിഞ്ഞിട്ടാ വരുന്നത്. അത്രക്കും അടിച്ചു കയറ്റിക്കണം മധുരം. പുറത്തേക്ക് ഇറങ്ങിയിട്ട് എങ്ങട്ടാ പോവാന്ന് വിചാരിച്ചു ഷായിലിനെ പറഞ്ഞപ്പോൾ ഓൻ പറഞ്ഞു നമുക്ക് നേരെ പോവാന്ന്. പിന്നെ നമ്മള് നടക്കാനായിട്ട് തുടങ്ങി. ഇവിടെ ആണെങ്കിൽ ഇന്ന് മുതൽ തണുപ്പിന്റെ കാലാവസ്ഥ റീസ്റ്റാർട്ട് ആവുക. പിന്നെ നമ്മളൊരു വെളിച്ചം കണ്ടപ്പോ ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു നമ്മള്. അതാണെങ്കിൽ എടുത്തപ്പോഴോ ഞാൻ വൃത്തിക്കയില് ഫ്ലാഷും അടിച്ചു കൊടുത്തു. എനിക്ക് വീഡിയോ എടുക്കാനേ അത് ശരിയായില്ല എന്നും പറഞ്ഞു ഷായില് നമ്മളോട് പിണങ്ങി. പിന്നെ നമ്മൾ ആടുന്ന് വേറൊരു ഫോട്ടോ എടുത്ത് ആടുന്ന് മെല്ലെ റൂമിലേക്ക് കടന്നു. പിന്നെ നമ്മള് റൂമിന്റെ അവിടെ എത്തി. അങ്ങനെ നമ്മള് നടന്ന റൂമിലേക്ക് ഒരു ഉറക്കുറങ്ങിയ പരിപാടി കഴിഞ്ഞു. അപ്പോ ശരി എന്നാ